ചില മുൻഗാമികൾ അറബികൾ പഴയ സാഹിത്യത്തിലൊക്കെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഉപേക്ഷിക്കണം എന്ന ഒരു പാഠം കൂടി ഹദീസിൽ നിന്ന് പഠിക്കാം. അറബികൾ ഇതിന് പ്രത്യേക പേരിട്ടിട്ടുണ്ട്. പഴയ കാലത്തുള്ള അറബികൾ ഫുഖല, സഖീൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫുഖല. സഖീൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അവർ പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സഖീൽ എന്ന് പറഞ്ഞാൽ? ഭാരം കൂടുതൽ എന്നാണ് ഭാഷയിൽ അർത്ഥം. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാളുടെ സഹവാസം, അയാൾ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ ആ ഇരുത്തം നമുക്ക് ഭാരമായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഫുഖല എന്ന് പറയുന്നത്. അവരെ ആക്ഷേപിച്ചുകൊണ്ട് കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഹിജ്റ 309 മരിച്ചുപോയ ഒരു ഇമാം അബൂബക്കർ മുഹമ്മദ് ഇബ്നു ഖലഫ് അൽ മുഹവ്വലി അൽ ബഗ്ദാദി റഹിമഹുല്ലാ, അദ്ദേഹം ദമ്മു ഫുഖല എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ റൗദത്തുൽ ഉഖല എന്ന് പറയുന്ന കിതാബിൽ ഈ വർഗ്ഗത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ സ്വഭാവം? ഈ ഹദീസിൻ്റെ നേരെ വിപരീതം. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, തൻ്റെ ചോദ്യം കേൾക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി പ്രചാരത്തിലുള്ളൊരു സ്വഭാവമാണ്. ഇതില്ലാത്ത ആളുകളെ വേണമെങ്കിൽ നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റും. ഒരാളെ കണ്ടാൽ അയാളുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുക? എത്രയാണ് ശമ്പളം? അതുപോലെ തന്നെ മക്കളെക്കുറിച്ച് ചോദിക്കും. മക്കളെക്കുറിച്ച് ചോദിച്ചാൽ അവൻ എന്താണ് ജോലി, അടുത്ത ആൾക്ക് എന്താണ് ജോലി, അതിൻ്റെ അടുത്ത ആൾക്ക് എന്താണ് ജോലി, ഇങ്ങനെ ചോദിച്ച് ജോലി ഇല്ലാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവിടെ വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഉത്തരം പറയുന്നവൻ വിഷമിച്ച് അവൻ തോൽക്കുന്നത് വരെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ തന്നെ പെൺമക്കളെക്കുറിച്ച്, എന്താ കല്യാണം കഴിയാത്തത്, എന്താണ് തൊലാക്കാനുള്ള കാരണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ എന്നാണ് പൂർണ്ണമായും പൂട്ടിപ്പോകുന്നത്, എത്ര കാലം കൂടി ഇങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചോദിച്ചു കളയും. അങ്ങനെയുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ. ചില ആളുകൾ കണ്ടാൽ ഓടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്വഭാവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നേരെ മറിച്ച് മറ്റുള്ള സമൂഹങ്ങൾ, പ്രത്യേകിച്ച് അറബികൾ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെ ആരോഗ്യം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ്, പൊതുവായ ചോദ്യങ്ങൾ. ചില ആളുകൾ രോഗികളുടെ അടുത്ത് പോയിരുന്ന് അവർക്ക് ഇതേ രോഗം വന്ന് മരിച്ചുപോയ ആളുകളുടെ കണക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഈ രോഗം കൊണ്ടുണ്ടായ മുസീബത്തുകളെ കുറിച്ച് വിവരിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇത് വളരെ കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരിക്കലും നല്ല ഉദ്ദേശത്തിലല്ല ഈ ചോദിക്കുന്നത്. അത് ആ ചോദിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും. എന്തെങ്കിലും ഹൈറാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ അവൻ വളരെ വിഷമത്തിലായിരിക്കും. ഹൈറാണ് പറയുന്നെങ്കിൽ അധികം ചോദ്യം തുടരാൻ സാധ്യതയില്ല, നിർത്തിപ്പോകും. ഷെറാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദിച്ച് ഒരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് അത് ഒരു പക്ഷേ കുഫറിൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ടായിരിക്കും മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാഫിറുകൾക്കിടയിലാണ് ഈ സ്വഭാവം കൂടുതലുള്ളത്. അത് പകർന്നിട്ടുള്ള മുസ്ലിമീങ്ങളെയും ധാരാളം കാണാൻ സാധിക്കും. ആ ഒരു സ്വഭാവം അത് ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഈ ഹദീസ് മനസ്സിലാക്കും. കാരണം ഇതിൻ്റെ നേരെ വിപരീതം എന്താണ്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം, ഒരാളുടെ ഇസ്ലാം മോശമാണ്, അവൻ്റെ ദീൻ കുറവാണ് എന്ന് കാണിക്കുന്ന കാര്യമാണ് ഇത്തരം ചോദ്യങ്ങൾ. അങ്ങനെ ഒരു സഖീലാവാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാൾക്ക് നമ്മെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുക. എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? പൊതുവായി ചോദിക്കുക. അവന് ഹൈറായിട്ടുള്ള ഉത്തരം മാത്രം പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ നമ്മുടെ ഈ ചോദ്യം കൊണ്ട് അവന് കളവ് പറയേണ്ടി വരും. ചില മുൻഗാമികൾ പറഞ്ഞിരുന്നതായി ചില കിതാബുകളിൽ കാണാം. എത്രത്തോളം അവർക്കാർക്ക് സൂക്ഷ്മത പുലർത്തിയെന്നുള്ളത്. അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ വിശേഷം ചോദിക്കും, കൈഫ ഹാലിക് എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് മിൻ ഐന തഅതി ഇല ഐന തദ്ഹബ് എന്നവർ ചോദിക്കുമായിരുന്നില്ല. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാറില്ല. കാരണം അവൻ വരുന്ന സ്ഥലം എന്നോട് പറയാൻ പറ്റാത്ത സ്ഥലമായിരിക്കും, നീ അറിയാൻ അവൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അവൻ വിഷമമുണ്ടാക്കും, അവൻ കളവ് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത് എന്ന് ഇബ്നു ഖുദാമ റഹിമഹുല്ലാ മിൻഹാജുൽ ഖാസിദീൻ പോലുള്ള കിതാബുകളൊക്കെ ഉദ്ധരിച്ചതാണ്. മുൻഗാമികൾ ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം ഉള്ളവരത് അടിയന്തരമായി പരിഹരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്.